എന്നെ കണ്ട് ഇപ്പൊ പക്ക ഒരു വക്കീലിനെ പോലെ നോക്കി. ഇത് വക്കീലാണ് ഇത്. ആ അല്ല എനിക്കൊരു ഡൗട്ട്, ഇതിൽ ആരാണ് ഹെഡ്? ഇത് കണ്ടാറുണ്ടോ? ഞാനാണ് കേട്ടെ. ആ അല്ല അതായിരുന്നു കണ്ടപ്പോ അങ്ങനെ തോന്നിയത് സാറിന് ഫ്രണ്ടിൽ. എന്റെ അവന്മാർ ഇടിച്ചു നൂത്തത് ജയിലിട്ട് എന്നെ തുടയ്ക്കാൻ ഇവിടെ എല്ലാരും കാണണം എന്ന രീതി കൊണ്ടുവച്ചേക്കുന്നത്. നമ്മള് ചീസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഒരാളെ നിപ്പുണ്ട്. അതാ അതാ ലജേഷ്കാരെ തറ ഉടക്കിയപ്പം നിങ്ങൾ രണ്ട് കാറ് അണ്ണാ ഞാൻ 100 വട്ടം വിളിച്ചില്ല. അതോ ലജേഷ്കാർ ഇപ്പൊ അവിടെ ചെന്ന് ഒരു ചൂലും തരും. നിന്നെ ഇറക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലോട്ട് വക്കീലായിട്ട് വരുമായിരുന്നു ഞാൻ. ഹലോ ഹലോ, എന്തായാലും ഡ്രസ് ഇട്ടല്ലേ എന്തെങ്കിലുമൊക്കെ പോയി സംസാരിക്കാം. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, കേക്കാവോ? ഹലോ, അവനെയൊക്കെ ഇറക്കി ആൾക്കാരെ. അവന്റെ ഇവിടെ ലീജിയൻ സ്ക്വയർ ഇന്ന് തുടക്കണ്. ലീജിയൻ സ്ക്വയറിന് തുടക്കുന്നോ? പണിഷ്മെന്റാ? ആ പൊട്ടൻ എന്തിനാ ഇത് വാങ്ങിച്ചത്? നമ്മൾ വരുമെന്ന് പറഞ്ഞൂടെ അവനോട്? ലീജിയൻ സ്ക്വയർ ആയിരിക്കും. നീ എവിടെ? ഞാൻ ഇവിടെ 8053. 8053 ഇതാ വരുന്നു. 8053 ഇവിടെ നമ്മുടെ തന്നെ. ഇതെന്തൊരു നീ ഒന്ന് തടഞ്ഞ കാണട്ടെ. ഇതല്ലേ പോലീസ്? വക്കീലായിട്ട് ഞങ്ങള് വരുമല്ലായിരുന്നോടാ? അല്ല ഇത് അവന്മാരെയൊക്കെ എന്നെ കുരിക്കാണോ ഇത് ട്രാപ്പാക്കി? നീ എങ്ങനെ വണ്ടിയിൽ അണ്ണാത് ഞാൻ 1000 വട്ടം വിളിച്ചണ്ണാ. അച്ഛാന്ന് വിളിക്കാൻ പോലും എനിക്ക് അറിയില്ലായിരുന്നു. അണ്ണാത് 1000 വട്ടം ഞാൻ അവിടെ വിളിച്ചു. നിനക്ക് വിഷമമുണ്ടോ കണ്ണാപ്പി? നീ കുറച്ചേരി നമ്മൾ തുടച്ചേരി ഇതൊക്കെ ഇത് ചെയ്യുമ്പോ മിണ്ടാൻ പറ്റില്ല. കണ്ണാപ്പി ഞാൻ ഒരു കാര്യം പറയട്ടെ. എത്ര തൊടുപ്പുണ്ട്? 10-15 തന്നാ. ഇത് കഴിഞ്ഞ 2 പീഡിക്കാരെ കൊണ്ട് ഇവിടെ തുടക്കത്തെ കാണിച്ചു തരാം. എന്റെ സമനില തെറ്റിയിരിക്കുക. കണ്ണാപ്പി ഞാൻ സത്യം പറഞ്ഞ എടാ ഇതിനുള്ള പീഡിക്ക് അണ്ണാ ഇല്ല വേണ്ട, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. എനിക്ക് അങ്ങനെ നമ്മള് കൊടുക്കുമല്ലേ അണ്ണാ? ഇല്ല താല്പര്യമില്ല. ടിവിയുടെ വക കൊടുക്കുമല്ലേ ആൾക്കാരപ്പൂരം? ഇല്ല ഇടയ്ക്കിടയ്ക്ക് മള്ളിക്ക് ഒരു പ്രശ്നമുണ്ട്. അണ്ണാക്കിലെ പിരി ഇടയ്ക്കിടയ്ക്ക് വെട്ടും. പിന്നെ ഒന്നും നമുക്ക് കേൾക്കത്തില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേക്കാം. ഈ കണ്ണാപ്പി പറ്റിക്കാൻ നോക്കുന്നതാണ്. എനിക്ക് മുള്ളിൽ വെച്ചപ്പോ കാണാൻ വയ്യ. ഇതാണ് കണ്ണാപ്പി. എനിക്ക് പറ്റില്ല. എല്ലാം മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാ ഇതാണ് കണ്ണാപ്പി. ഞാൻ ഇത്രയും നേരം പറഞ്ഞോണ്ടിരിക്കുന്നു. എന്റെ പൊന്നു മച്ചാനെ, നിങ്ങൾ ആ എക്കോ ഒന്ന് ഓഫ് ചെയ്തിട്ട് വരുമോ പ്ലീസ്? പുഷ് ടു ടോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ഞെക്കിയിട്ട് വരൂ. പുഷ്പല്ല പുഷ് ടു ടോക്ക്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. വണ്ടി എടുത്തിട്ട് ഞാൻ പോയി. ഓക്കെ എടുത്തിട്ടാ. വല്ലപ്പോഴും എന്താ അല്ല എങ്ങനെയുണ്ട് പുതിയ ബൈക്ക്? ഓ നല്ല രസമുണ്ട്, കൊള്ളാം. അന്നല്ലേ ശരിയായ സൗണ്ടിന്റെ? എല്ലാം ശരിയായി. തൽക്കാലം വേറൊന്നും നീ ഒന്നും ചെയ്യാതിരുന്നാ മതി. ഞാൻ ചെയ്യലേ. കണ്ണമ്മനെ കേറ്. കണ്ണാപ്പി കണ്ണാപ്പി കേറ. ചന്ദ്രു വേണേ? ചന്ദ്രു കേറില്ലേ? എനിക്ക് ചെറിയ ഗ്രൈൻഡിങ് ഉണ്ട്. നമ്മള് ഗ്യാങ് ഫണ്ട് കൊടുക്കണ്ടേ? മറ്റേ വെള്ളം എടുത്ത് വന്ന് കേറ. മറ്റേ നമ്മൾ ഡ്രസ് ഇട്ട് വെറുതെ പോയല്ലോ. നീ വണ്ടി പറഞ്ഞുതരാം. എടാ നീ മുമ്പേ പറഞ്ഞത് ഇവനെ പറ്റിയാണ്, നിന്റെ അടുത്തിരിക്കുന്നതിനെ പറ്റിയാണ് നീ പറഞ്ഞത്, മനസ്സിലായ? ഞാൻ പറയുന്നു കണ്ണാപ്പി ചേട്ടൻ എത്ര നല്ല ആളാണെന്ന്. കണ്ണാപ്പി ഇവൻ എന്നോട് പറഞ്ഞത് നിന്നെ പോലൊരു നാറി ഇവൻ കണ്ടിട്ടില്ല. നാറിയല്ല പ്യാരി. നാറിയല്ല പ്യാരി. സ്നേഹം, പ്യാർ, സാധൻ. നീ നല്ലൊരു മനുഷ്യനാണ് കേട്ടാ. നീ
ഞാനാ അതെ അതെ എന്റെ പേരെന്താണ് എന്റെ പേരെന്താ ആദ്യം ചോദിക്കാൻ എന്റെ പറഞ്ഞു പേര് എന്റെ പേര് ലിയോ ദാസപ്പൻ. ഓ ലിയോ അയ്യോ ഗംഭീര സ്വഭാവമല്ലേ? അതെ അതെ ദാസല്ല ദാസപ്പൻ. എടാ ഓന്ത് മാറൂലല്ലോടാ ഇങ്ങനെ ഓന്ത്. ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ, സത്യം പറഞ്ഞ എന്റെ ഇവിടെ ഓന്തൊക്കെ ഇതിനേക്കാളും അപ്പുറമായിട്ട് മാറി. ഞാൻ ഒരു സത്യം പറയട്ടെ, നിന്റെ അടുത്ത് ഞാൻ ഒരു സത്യം പറയട്ടെ. ആ പറഞ്ഞു. ഞങ്ങൾക്ക് സമാധാനം പോയിട്ട് ഒരു അണ്ടിക്കും അവാർഡ് ഇട്ടിട്ടില്ല. ഞങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത്. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ബാക്കിലിരിക്കുന്ന അച്ചിപ്പട്ടി അവരാതില്ലേ, ഇവനാണ് എല്ലാത്തിനും കാരണം. മനസ്സിലായ? അങ്ങനത്തെ ഒരു മൂഞ്ചനാണ് അവൻ. ഞങ്ങൾക്ക് ആരോടും ഒരു കാശ്യണ്യം ഇല്ല. നിന്നെ ഞങ്ങൾ കൊണ്ടുപോയി കൊന്നുകളയാൻ പോകുന്നു. അയ്യോ എന്റെ പൊന്നു ആളെ. അതാ എന്നെയൊക്കെ തനി കൊള്ളാന്ന് പറഞ്ഞ നീ എന്ത് ജീവിക്കണ്ടടാ. നീ വർത്താനം പറയണ്ട. നമ്മള് 4 പേര് ചെത്തല്ലേ നിന്നെ കൊണ്ടുവിടെ വെല്ലുമാലി പകൽമാന്യന്മാരെ പോലെ ആയില്ല. പകൽമാനാണ്. ആര് പകല് രാത്രി എല്ലാം മാന്യന്മാരാണ് ഞങ്ങള്. അതാരാടാ? അത് അണ്ണന് കണ്ടുവിടായിരുന്നു. അണ്ണ FFP കണ്ടോണ്ടിരിക്കുകയാണ്. ചന്ദ്രനാണോ അത്? ചന്ദ്രൻ. മൈൻഡ് ചെയ്യണം, മുള്ളിനെ മൈൻഡ് വണ്ടി ചെയ്യണം, മൈൻഡ് ചെയ്യണം, മൈൻഡ് ചെയ്യണം. മാസമാണ് ഓടിച്ചേ. അല്ലല്ല ബാബു 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 ബാബു. എടാ, കഴിവേറെടാ. നീയാണെന്ന് അറിയില്ല. സത്യം നീയാണ്. നീ ഒരു നീല വണ്ടി വാസവണ്ണനാണോ ഓടിച്ചത്? അതത് ചെയ്ത് അത് ഡ്രൈവർ ആരെന്ന് കണ്ടിട്ടത് അണ്ണനിട്ട് പറഞ്ഞോലുണ്ട്. ഈ കഴിവേറെ നിർമ്മ പുകഴ്ത്തണേ. അത് ഓവർ ടാലന്റഡോ? കഴിവേറി. അതെ അതെ. എന്നെയാണോ ആ പുള്ളിനെയാണോ? നിന്നെ തന്നെ ഇതിന്റെ കള്ള കഴിവേറി. സന്തോഷം വാങ്ങിക്കാൻ സന്തോഷം. അതുകൊണ്ട് വെളിയിൽ ഓടിക്കണം നടക്കാൻ ഇനി പുകഴ്ത്തുന്നുണ്ട് കള്ള കഴിവേറ മോനെ. നിങ്ങൾ ചില്ല, ഞാൻ മേടിച്ചോളാം. അയ്യോ നീ അവനെ മാത്രം പോയിട്ടല്ലേ അവൻ അച്ഛനെ പോയിട്ടുണ്ട്. അത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അത് അവിടെ മോനെ ആടിയപ്പോ അത് വേറെ അറിയാമല്ലേ? എടാ ശരിയല്ല, അത് അച്ഛനെ പുകഴ്ത്തിയതല്ലേ? അച്ഛനെ നമുക്കാണ് കഴിവേറി തെറി. അല്ലല്ല, ഇവൻ ശരിക്കും സിറ്റിസണാ. ഇവൻ സിറ്റിസണാ. ഇവൻ പറയണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗ്യാങ്ങിനൊക്കെ ഭയങ്കര അഹങ്കാരമാണ്. ചില ആൾക്കാർ അഹങ്കാരം ഓന്ത് ഇതിനേക്കാളും പതുക്കെ മാറുള്ളൂ. എടാ ഓന്തിന്റെ അണ്ടി, നീ ഒരു കള്ളനാണ്. നീ ഒരു കള്ളൻ. നീ 100% 916 മുദ്രയുള്ള കള്ളനാണ് നീ. നീ ഇത് ഈശ്വര ഇവനിത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവന്റെ സാമാനം പുഴുത്ത് റോഡിൽ കിടക്കണം. കുറ്റം ചെയ്യണേക്കാൾ തെറ്റാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കണത്. ഞാനൊരു വാക്ക് പറയുമ്പോ മോനെ അത് ചെയ്യുന്നത് നീ പറയണ തെറ്റാണ്, അത് ഇങ്ങനെയല്ലെന്ന് പറഞ്ഞു തരുന്നതാണ് യഥാർത്ഥ നന്മയുള്ള ആള്. ഈ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞെന്ന് എന്തിനാണെന്ന് അറിയാവോ? എനിക്ക് ഉറപ്പാണ്. ഇവൻ എന്റെ അഭിപ്രായത്തിൽ ഒരു ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന പയ്യനാണ്. അല്ല ഒരു സ്ഥിതിയിലും ഇവനാണ് SR കോലീഡർ തോന്നുന്നു. ഞാൻ ഇതിന്റെ ഇടയിൽ ഇപ്പം നിന്റെ ഈ സൂക്കടുണ്ടല്ലോ, ഈ അപരാധം ഇന്നത്തോടെ നിർത്തിക്കോണം. ഞാൻ പറയാണ് ഇന്നത്തോടെ. ഡ്യൂപ്ലിക്കേറ്റ് കഴിവറാ മോനെ. അല്ല ശബ്ദം കിട്ടും അതേപോലെ ഉണ്ടായിരുന്നു. ചന്ദ്രു നമ്മളങ്ങനെ ഇതാണ് വാസവൻ എന്ന് പറഞ്ഞ വേറെ ഗ്യാങ്ങിൽ നിന്ന് കുറ്റം പറയാൻ സമ്മതിക്കില്ല. ഇതാണ് ക്വാളിറ്റി ആയിട്ടല്ലോ, ഇത് കാണിക്കാനില്ല. ആ സത്യം കേട്ടാ. എനിക്കത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. മനസ്സിലായോ? ആ ഒരു മാന്യത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണമല്ലോ എനിക്ക്. ഓ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ നിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ നമ്മൾ ഗ്യാങ് നടത്തിയിട്ട് ആള്. ഇത്ര മതി അവന് ഇത്ര മതി. ഈ കണ്ണാപ്പിക്ക് ആരെങ്കിലും ഒരു തിരി ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിച്ചാണ്. ജോലിക്ക് പറഞ്ഞ പോലെ നമ്മുടെ ജോലിക്ക് വന്ന വള്ളി ജോലിക്കാരെ കാണാൻ വന്നതുപോലെ ഇപ്പൊ ജോലിക്കാരനെ കാണണമെന്ന് ഞാൻ പറഞ്ഞു ബാബു. ഇപ്പൊ ജോലിക്കാരനെ കാണണം. അത് ഗ്യാങ് ഹൗസ് ആണ്. ഞാൻ വിചാരിച്ചു പണിക്കാരെ കാണാൻ വന്നിരിക്കുന്നു. അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഡൗട്ട് വന്നു. ഡെയിലി ഇങ്ങനെ മുരളി ഇത്രയൊക്കെ പറഞ്ഞാലും ഡെയിലി പണിക്കാരെ കണ്ട് അവരുടെ പണിയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യും. മനസ്സിലല്ലേ? ഇനി ഇത്രയും ജോലി ചെയ്താൽ മതി മോനി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മള് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ നന്നായിട്ട് നോക്കണം. മാത്രമല്ല ജോലിക്കാരെ മുരളി പാർട്ട്നേഴ്സ് ആണ് വിളിക്കുന്നത്. കാരണം അവരും കൂടെ ഉള്ളത് കൊണ്ടാണ് മുരളിക്ക് ഇത്രയും വളർച്ച കിട്ടിയെന്നാണ് മുരളി പറയുന്നത്. അല്ലേ മുരളി?
പുഷ്പയുടെ കൺസെപ്റ്റ് ആണ് അണ്ണൻ ഇപ്പോഴും. അതെ 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 വണ്ടി എടുത്തോ, 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 വണ്ടി എടുത്തോ. അയ്യോ ആ പുഷ്പല്ല ആ പുഷ്പല്ല പാർട്ണറാക്കാൻ പറഞ്ഞ മറ്റേ പുഷ്പ. ഓ ആണല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. ഓ അതെന്റെ മിസ്റ്റേക്ക്. മോനെ കുറിച്ചായാലും സംസാരിക്കാം ഇവിടെ. സോറി സോറി, എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ സോറി പറയും, ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അത് leader വേറൊരു ഞാൻ content, വേറൊരു content. ഇതുവരെ കണ്ടിട്ടില്ല, സത്യം പറയാലോ. ഇതുവരെ കണ്ടില്ലല്ലേ? അതിന് നീ ഇതുവരെ എന്നെ കണ്ടില്ലല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെയല്ല, ഒരുപാട് വേറെ ലീഡേഴ്സിനെ കണ്ടിട്ടുണ്ട്. വേറെ ഏത് ലീഡറിനെ കണ്ടിട്ടുണ്ട്? എന്നാലും ഇതുവരെ ഇതിനേക്കാളും എനിക്ക് ഇവന്റെ വായി എനിക്ക് കേൾക്കണം. മോശമായിട്ടുള്ള ലീഡറിനെ പറഞ്ഞ എനിക്ക് കേൾക്കട്ടെ. മോശമല്ല ഇപ്പൊ അയ്യോ എന്താ മള്ളി വണ്ടിയിലൊന്നിറങ്ങിയേ. ഞാൻ എപ്പോ തൊട്ടാ വണ്ടി ഓടിക്കാൻ തുടങ്ങിയേ? മള്ളി വണ്ടി ഓടിക്കേ. വാ വാ വാ. ഇതുപോലൊരു ടീം മെമ്പേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല. അത് മള്ളി വേറൊരു ക്വാളിറ്റി ആട്ടോ. അതൊരു ക്വാളിറ്റിയാണ് ഇപ്പൊ മോശമായിട്ട് കണ്ട ലീഡേഴ്സ് ആരൊക്കെയാണ് അതുകൊണ്ടൊന്നും മോശമായിട്ട് ആരെയും കണ്ടിരിക്കണമെന്നല്ല, സാധാരണ നമുക്ക് ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സെൽഫിഷ് ആ ഒരു ടൈപ്പ് കാണുമല്ലോ നമ്മളെ മൈൻഡ് സെറ്റിൽ എപ്പോഴും. കാരണം ഒരു സിറ്റിസനെക്കാട്ടും ലീഡർ എന്ന് പറയുമ്പോൾ സ്വന്തം ഗ്യാങ്ങിന് വേണ്ടി എന്ത് ചെറുതരം കാണിച്ചാലും അത് സപ്പോർട്ട് ചെയ്യണത്, അങ്ങനത്തെ ഒരു ഇത് നമ്മളെ മൈൻഡ് കാണുമല്ലോ. ഇന്നലെ പറഞ്ഞു കേട്ടോ, ഇന്നലെ ഒരു പയ്യൻ നമ്മുടെ ഒരു ഇത് കാണിച്ചു, അവനെ അങ്ങ് പറഞ്ഞു വിട്ടു. അവനെ പലരും പറഞ്ഞു വിടാതിരിക്കുന്നേ ഉള്ളൂ. അതെ, പലരെ പറഞ്ഞു വിടാനിരിക്കുന്നതേ ഉള്ളൂ ഇനി. മുരളി കണ്ണെടുത്ത കണ്ടുവിടാത്തതാണ് ഈ കണ്ട ഗ്യാങ്ങുകളെയും സിറ്റുവേഷനിൽ ഇല്ലാത്തവരെയും പറയുന്നത്. സത്യം. അതല്ല ഈ സിറ്റി വരാത്തവരെ പറയുന്നതാണ് അണ്ണൻ ഇഷ്ടമല്ല. ഒട്ടും വിശ്വസല്ല. സത്യം. ചിലവന്മാരുണ്ട് സിറ്റി വന്നില്ലേലും ഇപ്പൊ നമ്മുടെ കൂടുതൽ ആരും പോയി വള്ളി എടുത്താലും സിറ്റി വരാത്ത ആൾക്കാണ് പ്രശ്നം. നമ്മളൊന്നും പറയത്തില്ല. ആർക്കെങ്കിലും ഫുഡ് വല്ലതും വേണോ? നിന്റെ അവതാരം വേണമല്ലോ, ഇവന്റെ അവതാരം വേണമല്ലോ നമുക്ക് കഴിക്കാം. അണ്ണ വണ്ടി എടുത്തേ. നിന്റേത് പച്ച വെള്ളം മേടിച്ചു കുടിക്കൂലേ ചത്താ പോലും. പച്ചവെള്ളം ഇല്ല, ഓ വേണ്ട ഡ്രിങ്ക് വാട്ടർ ബ്രദർ. ALX call 0471 തുടങ്ങിയിട്ടുണ്ട്. അറകളൊക്കെ കേട്ടോ കഴപ്പുണ്ട്. അവരതുവഴി വണ്ടി കൊണ്ട് പോകുന്നതിന് എന്ത് കഴപ്പായിട്ട് നിനക്ക് തോന്നി? നമ്മളപ്പോ വണ്ടി കൊണ്ട് ഇപ്പൊ വരും അണ്ണ കണ്ട അണ്ണ ഒരു 5 മിനിറ്റ് ഇടയ്ക്ക് 10 രൂപയ്ക്ക് എന്താണ് ബ്രോ എന്ത് പറ്റി ഇവിടെ നിൽക്കുന്നത്? ഇപ്പൊ വന്ന് ചോദിക്കും കണ്ടല്ലോ, ഒന്ന് തട്ടിട്ടൊക്കെ പോയി ഒന്ന് തട്ടി തലോടി കണ്ട. ഇവന്റെ ഒക്കെ കുത്തിക്കിഴപ്പണ്ണ കാണുന്നുണ്ടോ അണ്ണ കാണുന്നുണ്ടോ ഇവന്റെ ഒക്കെ കുത്തിക്കിഴപ്പ്? ഞാൻ പറഞ്ഞില്ലേ വന്ന് തട്ടുമെന്ന്. അത് തട്ടുമ്പോ നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അവിടെ വണ്ടി നിർത്തിയാണ്. ഞാൻ ഒരു അക്ഷരം വേണ്ടിയില്ല അത്. അണ്ണാ നമുക്കറിയാലോ സിറ്റിയിലുള്ളവന്മാരൊക്കെ എങ്ങനെയാണ്. അടുത്തുകൂടി 2-3 തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിന്നൽ പോലെ പോകും. 2 തട്ടൊക്കെ തട്ടും. ഇനി വണ്ടി എടുത്തോളാം, ഇനി വണ്ടി എടുത്തോ. അണ്ണാ അവര് ചോദിക്കാൻ നമ്മളൊന്നും പറഞ്ഞില്ല. അവര് വന്ന് വണ്ടി നമ്മുടെ വണ്ടി ഒന്ന് തട്ടിയായിരുന്നു. നമ്മുടെ ഒരു അക്ഷരം വേണ്ടിയില്ല. നമ്മളിപ്പം സിറ്റിസൺ അല്ലേടാ, നമ്മൾ എങ്ങനെ ഒരു ഗ്യാങ് വണ്ടി ഒന്ന് തട്ടുമ്പോ നമ്മൾ അനാവശ്യമായിട്ട് ചൊറിയ കാണാൻ പോയി. അതിന്റെ പവർ അവന്മാർ എടുത്തണ്ണ. നീ ഇതുപോലെ സിറ്റിസനെ പോയി ചൊറിഞ്ഞോ? കുഴപ്പമില്ല, പ്രശ്നമില്ലേ? ഇപ്പൊ ആരും ചൊറിയില്ല. എന്റെ പൊന്നു ബാബുസേട്ടാ, അതിന് സപ്പോർട്ട് ചെയ്യില്ല. ഞങ്ങൾക്ക് ഇവിടെ മര്യാദക്ക് നടക്കണം. നിങ്ങളുടെ സൈഡിൽ ഞാൻ ചിന്തിച്ചില്ല. അല്ലല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കണ്ണാപ്പെ പോലത്തുള്ള ആൾക്കാരെ വെച്ചിട്ട് ഞാൻ പറയാം, നിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ബീങ് എ സിറ്റിസൺ ഇവരുടെ സൈഡിൽ നിനക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത്? ചേട്ടാ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇതിനകത്ത് മൊത്തം നിങ്ങളെ മെമ്പേഴ്സ് ഉണ്ട്. 2 വണ്ടിയിലൊക്കെ അപ്പുറത്ത് ആളുകൾ വിളിക്കണം. ഇതിന്റെ ഇടയിലൊക്കെ ചോദിച്ചാൽ ഞാൻ ഇതിപ്പോ ഇതാരാ ചോദിക്കട്ടെ. ഹലോ ബ്രോ എന്താണ്? ഹലോ ആരാണ്? ഹലോ ബ്രോ ഈ എക്കോ ശരിയാട്ടോ. കൺഗ്രാറ്റ്സ്. ഇനി പൊക്കോ. പോട്ടെ പോവാ ബ്രോ. നമ്മള് പുറകെ വരല്ല കേട്ടോ. ഇതിന് പുറകെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടുക. പണി കിട്ടുവേ. ഇത് പണി കിട്ടുവേ ബ്രോ. ഇത് പണി കിട്ടുവേ. ഫൽഗുണ മറ്റേ വണ്ടി പോയി. മറ്റേ വണ്ടി പോയാട്ടാ ഫൽഗുണന്റെ പാർട്ണർ വല്ലതാണോ പുള്ളി? എന്താണ് മള്ളി? എനിക്ക് എല്ലായിടത്തും വന്ന് കൈപൊക്കി നിക്കാനായിട്ടാ ആ പയ്യൻ. അവൻ കൈപൊക്കി നിന്നേട്ടാ.
അത് ഫൽഗുണ എന്തോ അവനെന്തോ മിണ്ടാപ്രാണി ഇവനെന്തോ അവനെ ചെയ്യുന്നുണ്ട്. എടാ അവന്റെ വായിക്കകത്ത് ശബ്ദം വന്നോണ്ടിരുന്നപ്പോഴാണ് അവനെന്തോ ഓഫാക്കി. ഇപ്പൊ തിരിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് പയ്യനെ അറിഞ്ഞൂടാ. ആള് സംസാരിക്കുന്നുണ്ട് കേട്ടോ, അണ്ണാന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഓഫാക്കിട്ട് സംസാരിക്കുന്നത്. അന്ന് ഇപ്പൊ അക്കൗണ്ട് മള്ളി. പിന്നെ വേറൊരു പ്രശ്നം കേട്ടോ, എന്താടാ ഇന്ത്യൻ സിറ്റിസൺസിനെ പറ്റിച്ച് 3-4 കോടി ഉണ്ടാക്കി പറഞ്ഞൊരു പരാതിയായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഇന്നലെ എന്റെ അടുത്തും വന്നു. ഇന്നലെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നാട്ടുകാരെ പറ്റിക്കലാണോ ഗ്യാങ് ഫണ്ട്? അതുപോലെ തന്നെ സജീവൻ ഓ പയ്യൻ ബ്രേക്ക് കണ്ണാപ്പി ഇങ്ങോട്ട് വരുവാണെങ്കിലേ തോക്കില്ല പോലീസ് ഉണ്ട്. ഇറക്കിട്ട് ഇടിച്ചു. ഞാൻ തരണോ തോക്ക്? എന്താ ഇങ്ങോട്ട് വന്ന് നിന്റെ തന്ത ഗ്രൈൻഡ് ചെയ്യുന്നുണ്ടോ AR ഇവിടെ? ഇല്ല ഇല്ല, എന്റെ AR ഉണ്ട്. AR അല്ല പോയത്, പിസ്റ്റല പോയത്. AR കൊണ്ട് കാറോ പറിക്കോ? AR അല്ല പോയെന്ന് സത്യമാണോ? സത്യമാണ് സത്യമാണ്. ഞാൻ പിന്നെ അയ്യോ ഇനി വല്ല ഡിറ്റക്റ്റീവ് ആണോ? ഇന്ന് ഇത് ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. സത്യമാണ് ബാബു ലോക്കർ വണ്ടി പിന്നെയും പുറകെ പറഞ്ഞു. മള്ളി ഞാൻ വാണിംഗ് ഫയർ കൊടുത്തിട്ട് ഇനി എന്തേ വണ്ടി നിന്റെ കണ്ണാപ്പി നിന്റെ AR പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഗ്യാങ്ങിന് ബെഞ്ചിലിരുന്നു സസ്പെൻഡ് ചെയ്യും. ഒരു സംശയം വേണം, നിന്നെ സസ്പെൻഡ് ചെയ്യും. അണ്ണന് തോന്നുന്നുണ്ടാണ് എന്റെ AR പോകും. ഇവിടെ വെച്ച് കാണിച്ചില്ലേ കണ്ണാപ്പി ചെയ്തു. ഇവിടെ ബോട്ട് ഉണ്ടായിരുന്നില്ല, എന്തേ ഭിത്തിയിലാന്ന് തോന്നുന്നു. ഇവിടുത്തെ ലോക്കർ എവിടെ ആയിരുന്നു? ഏത് ലോക്കർ? ലോക്കറല്ലേ ഇവിടുത്തെ ലോക്കർ സിബ് തുറന്നു നോക്കും. ഒരുപാട് സ്ഥലമുണ്ട്, കേറി നോക്ക്. കളിക്കല്ലേ നീ കളിക്കല്ലേ നീ. മള്ളി വേറെ വണ്ടി എടുത്തോണ്ട് പോണവൻ. ആ ഉണ്ട് കേട്ടോ, ഉണ്ട് കേട്ടോ. നമ്മള് വെറുതെ സംശയിച്ചു, നമ്മുടെ കണ്ണമ്മനായിരുന്നു മള്ളി. മള്ളി സംശയിക്കണ്ടായിരുന്നു. പോട്ടെ കണ്ണമ്മനെ, പോട്ടെ. മള്ളിക്ക് എപ്പോഴും എടുത്തു ചേർന്ന ചെറിയ സ്വഭാവം ഉണ്ട്, അതുകൊണ്ടാ. എടുത്തേടുന്ന സ്വഭാവമൊന്നുമല്ല, എന്തായാലും ഞാൻ എനിക്കറിയണം, അത്രേ ഉള്ളൂ. അവൻ അത്രയും ബുദ്ധിമുട്ട് ചെയ്തല്ലോ, അത് തന്നെ വലിയ കാര്യം. അത് ചെയ്യിക്കാൻ വേണ്ടിട്ടാ നോക്കിയത്. ഇനി മറ്റവനെ കൊല്ലാലോ. ഇനി ആദ്യം ഇവനെ കൊന്നോളാം. ഇനി മേലെ ഓ ഇവ ഫൽഗുണനായിരുന്നല്ലേ. ഓക്കെ ഞാൻ നോക്കിയിരിക്കും കേട്ടോ. അവിടെ ഫുഡൊക്കെ കഴിച്ച് ചാവാതെ കണ്ട പയ്യനെല്ലാം അറിയാം. അവനെ വെച്ചൊക്കെ വരട്ടാ, മൂന്നേർ കൂടെ വെച്ചൊക്കെ വരട്ടിട്ടോ. മര്യാദ കൊറോട്ടം പറഞ്ഞേ പോവാ വണ്ടി എടുത്തേ. കണ്ണാപ്പി AFK അടിക്കുന്ന പയ്യന്മാരൊന്നും ചെയ്യില്ലേ? ബ്രോ ഞാൻ പറയാം, ഇനി പറയുന്നൊന്നും അടിച്ചൂല്ലേ? കണ്ണീച്ചോറില്ല. എന്താ ബ്രോ ആള് പോയി? എന്താ ബ്രോ ആള് പോയി? അസുഖം ഉണ്ടോ കണ്ണാപ്പി? എന്താ ബ്രോ? ഹലോ ഇതല്ല മള്ളി, ഇത് മറ്റേത് ഫ്രണ്ടില് വേറെ വണ്ടി. അല്ലല്ല ജൈവനെയാണ് വിളിച്ചത്. കണ്ണാപ്പി സിറ്റിസൺസിനെ AR വെച്ച് അടിച്ചുകൂടാ? ഇല്ല അടിച്ചില്ല, ഞാൻ അടിച്ചില്ല. ഇല്ല ഞാൻ അടിച്ചായിരുന്നാ? ആ 2 ബുള്ളറ്റ് കൊണ്ട്. അയ്യോ അറിയാൻ പോയതാ ബ്രോ. ഹലോ ബ്രോ, എന്റെ ARനെ അറിയാതെ വെടി പോയതാട്ടാ, ഞാൻ അടിച്ചല്ല കേട്ടാ. ബാബു നമുക്ക് സിറ്റിയിൽ എന്തെങ്കിലും FRP എല്ലാം ഫേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണ്ടേടാ? നമ്മൾ ടിക്കറ്റ് വലിച്ചത് നേരെ പോയി. VC-യിൽ പോയി ടിക്കറ്റ് വലിക്കണം അല്ലേ? ആ VC-യിൽ പോയിട്ട് ടിക്കറ്റ് വലിക്കണം. ഓക്കെ. ഹലോ
ഹലോ ബ്രോ കേറുന്നേ. ഹലോ ബ്രോ ഹലോ കണ്ണാപ്പി കേറാനേ എല്ലാരും കേറി ഇനി ആര് കേറില്ല അയ്യോ ബ്രോ ഈ ചില്ലറ കഴപ്പല്ലേ കേട്ടോ ഈ ഫ്രണ്ടിലെ വണ്ടിക്കുള്ള ബ്രോക്ക്. സത്യം കൊറേ നേരം വണ്ടി ഇടിക്കുന്നുണ്ട്. ഈ വണ്ടി കാണുമ്പോ ഇടിക്കണം നിർബന്ധമല്ലോ ഉണ്ടോ ബ്രോ? കിഴയാണോ ബ്രോ കിഴയാണോ? എടാ കണ്ണാപ്പി ഇങ്ങനെ സിറ്റിസൺസിന്റെ മെക്കിട്ട് കയറല്ലേ? നിർത്ത് നമ്മളെപ്പോലുള്ള പാവപ്പെട്ട സിറ്റിസനൊക്കെ ജീവിച്ചോട്ടെ ബ്രോ. ഹലോ 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 നിങ്ങളോടാ ബ്രോ നിങ്ങളോടാ. അല്ല എന്താണ് പ്രശ്നം? നമ്മള് വണ്ടി അല്ല ബ്രോ 2-3 വട്ടം ഒരു വണ്ടി തട്ടുന്നുണ്ട് ബ്രോ അനാവശ്യമായിട്ട്. ബ്രോയുടെ കൂടെ ഒരു വണ്ടി വാറെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ വണ്ടിക്ക് ഇടിച്ച് അല്ല പാറന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ മാറി ഒതുങ്ങി തരണ സ്ഥലത്ത് നിന്ന്. ഓ അതാണ് ബ്രോ ബ്രോ ഞങ്ങൾ വാറെന്ന് മര്യാദ പറയട്ടെ. നിൽക്കല്ലേ ബ്രോ? വാറെന്ന് ഞങ്ങളെ പറയുന്നത് ഈ കീഴിൽ റോഡിൽ വന്നതാണോ? നിങ്ങൾക്ക് മറ്റേ അല്ല എഴുതുന്ന സേഫ് സോണിലാണോ ഈ വാർ പരിപാടികളാണോ? ഉണ്ടാക്കുന്നേ? അല്ല ഇവ സേഫ് സോണി വാർ ഉണ്ടാക്കുന്നത് നീ ആരാ? കൊറേ നേരം പുരുഷോത്തമാ അവനങ്ങ് ബാബു. വിചാരിച്ചങ്ങ് ഇന്നലെ മീറ്റിങ്ങിന് വന്നായിരുന്നോ? ഞാൻ വന്നായിരുന്നു. അടിച്ച് ഞാൻ കറക്കും. ഒരു എടാ ഈ തലയിൽ ഉണ്ടമ്പി വെച്ചേക്കുന്ന നിന്നോണ്ടിരിക്കുന്നത് നിന്നെ ഞാൻ അടിച്ച് ഞാൻ കൊല്ലും. നീ ഒരൊറ്റ കാരണം കണ്ടോ? എന്താ ബ്രോ? ബ്രോ കരുത്തൽ രസിന്റെ ബ്രോ എടുത്തടിക്ക് ബ്രോ അമ്മ എടുത്തിട്ടടിക്ക്. നമ്മള് സേഫ് സോണി ഇറങ്ങാൻ കാത്തിരിക്കുന്നു 10 വണ്ടി വിടുന്നു. പിന്നെ അങ്ങനെ സേഫ് സോണിൽ ഇറങ്ങി അടിക്കുവാണെങ്കിൽ ബാക്കി നമുക്ക് അങ്ങനെ അടിക്കാൻ തൊട്ട് നോക്കട്ടെ. വണ്ടി വന്ന് ഇടിക്കില്ലെന്ന് പറയണ ഇത്ര റോങ്ങാ? ഓ അതങ്ങനെ റോങ് ഒന്നല്ലോ ചേട്ടാ. നമ്മള് മാനുവലാണോ അവന്മാര് സംസാരിച്ചേ? ദോ കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്തിര്? വരത്തില്ല വേറെ ആരുമായിട്ട് വള്ളി മനപ്പൂർവ്വം മട്ടം വെച്ചേ നമ്മൾ ഇടിക്കാൻ വേണ്ടിട്ട്. കണ്ണാപ്പി നിന്റെ സൂക്കേടൊക്കെ വെറുതെയാണ്. ഇല്ല എനിക്ക് വാറെടുക്കാൻ അതാര് കണ്ണപ്പി അതാര്? അത് അറക്കളം അരക്കളൊന്നുമല്ല അപ്പോഴാ പിന്നാരത് വൈകിട്ട് അറക്കളല്ലേ? എനിക്ക് ഇപ്പൊ പറഞ്ഞുതരാം. ലൊക്കേഷൻ താടാ മോനെ. എന്താ അത് ചായക്കടക്കാരി ഒരു വാക്ക് പറയണമെങ്കിൽ ഞാൻ അവിടെ പൊട്ടിക്കൂലായിരുന്നു. അറക്കളമായോണ്ട് ഇന്നലെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായോണ്ടാ ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചേ. ഒരു വാക്ക് മള്ളി ഇത് ഓൾറെഡി ഞാൻ ഒരു ദിവസം ഗ്യാങ് ഹൗസിൽ പോയി 8 വരെ നിന്നിട്ട് വലിച്ചു കീറി ഒട്ടിച്ചിട്ട് വന്നതാണ് ഉമ്മാരെ. നിസ്കു ഈ തലപ്പേ ഉള്ളൂ. അമ്മാര് 6 വണ്ടി ഇരിക്കുമ്പോൾ തലപ്പേ ഉള്ളൂ അവന്മാര്. ഒറ്റക്കൊറ്റയ്ക്ക് വരട്ടെ അവന്മാര്.